ബംഗ്ലാദേശ് രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ ഫെബ്രുവരി 17-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ധാക്കയിലെ ബംഗ്ലാദേശ് പാർലമെന്റ് ഹൌസിലെ സദേൻ പ്ലാസയിൽ നടക്കുന്ന ചടങ്ങിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാണ് ലഭിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളുടെ നേതാക്കളെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനസ് ആണ് ഈ രാജ്യാന്തര ക്ഷണങ്ങൾ അയച്ചത്. ഇന്ത്യക്ക് പുറമെ ചൈന, സൗദി അറേബ്യ, തുർക്കി, UAE, പാകിസ്ഥാൻ, ഖത്തർ, മലേഷ്യ, ബ്രൂണൈ, ശ്രീലങ്ക, നേപ്പാൾ, മാലദ്വീപ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർക്കും ക്ഷണമുണ്ട്. ചടങ്ങിന്റെ ക്രമീകരണങ്ങൾ വളരെ വ്യക്തമാണ്. ആദ്യം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെയും പുതിയ മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞ നടക്കും. ബംഗ്ലാദേശ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ AMM നാസറുദ്ദീനാണ് താരിഖ് റഹ്മാന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മോദി ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി S ജയശങ്കർ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചരിത്ര വിജയം നേടിയത്. 300-അംഗ പാർലമെന്റിൽ 200-ലധികം സീറ്റുകൾ നേടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്കെത്തി. ഇതോടെ പ്രവചനങ്ങളെല്ലാം തകർത്താണ് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തെ സ്ഥിരതയുമാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് താരിഖ് റഹ്മാൻ വ്യക്തമാക്കി. ഒരു പുതിയ ബംഗ്ലാദേശിന്റെ പിറവിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഈ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ഹിതപരിശോധനയും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിരുന്നു. ഒരാൾക്ക് പരമാവധി 2 തവണ മാത്രമേ പ്രധാനമന്ത്രി പദം വഹിക്കാനാകൂ എന്ന നിയമ ഭേദഗതിക്ക് ജനങ്ങൾ അംഗീകാരം നൽകി. കൂടാതെ പാർലമെന്റിന് പുതിയൊരു ഉപരിസഭ രൂപീകരിക്കാനുള്ള തീരുമാനത്തിനും വോട്ടർമാർ അനുമതി നൽകി. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്നും ഫലം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. സഖ്യത്തിന് 100 സീറ്റുകൾ പോലും നേടാനായില്ല. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് രൂപം കൊണ്ട നാഷണൽ സിറ്റിസൺ പാർട്ടിക്കും ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജമാഅത്തുമായി ഉണ്ടാക്കിയ സഖ്യം തന്നെ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. തോൽവി അംഗീകരിച്ച് ജമാഅത്ത് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരം താരിഖ് റഹ്മാന് പുതിയതല്ല. അദ്ദേഹം ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെയും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെയും മൂത്ത മകനാണ്. 1981-ൽ സിയാവുർ റഹ്മാൻ കൊല്ലപ്പെടുമ്പോൾ താരിഖിന് വെറും 16 വയസ്സായിരുന്നു. അതിനുശേഷമാണ് ഖാലിദ സിയ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കടന്നുവന്നത്. അമ്മയുടെ ഭരണകാലത്ത് തന്നെ പാർട്ടിയിലും ഭരണത്തിലും ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി താരിഖ് മാറി. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിലാണ് എല്ലാവരുടെയും കണ്ണ്. ഇന്ത്യയുടെ താൽപര്യങ്ങളെ മാനിക്കുമെന്ന് താരിഖ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരവും സഹകരണവും ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. അതേസമയം പാകിസ്ഥാനും ചൈനയും സംബന്ധിച്ച താരിഖിന്റെ നയങ്ങൾ എങ്ങനെയാകുമെന്നതും ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ ജയശങ്കർ പങ്കെടുത്തതും മോദി താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചതും ഈ ബന്ധങ്ങൾക്ക് നല്ല സൂചനകളായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയെ അനിവാര്യമായ അയൽരാജ്യമെന്നാണ് താരിഖ് മുമ്പ് വിശേഷിപ്പിച്ചത്. സാമ്പത്തിക സുരക്ഷയ്ക്കായി ഇന്ത്യയുമായി മികച്ച ബന്ധം ആവശ്യമാണെന്നും എന്നാൽ പഴയ കരാറുകളിലെ അസന്തുലിതത്വങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള സന്തുലിത നയമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന ആവശ്യം ബംഗ്ലാദേശ് സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമായി തുടരുകയാണ്. ജനതയുടെ വികാരം ദീർഘകാലം അവഗണിക്കാൻ താരിഖ് റഹ്മാന് സാധിക്കില്ല. ഈ വിഷയത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ എന്ത് തരത്തിലുള്ള ധാരണയിലേക്ക് എത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.